ഫാത്തിമ തെഹ്ലിയ എപ്പോഴും വിവാദങ്ങൾ അല്ലെങ്കിൽ ഫാത്തിമ തെഹ്ലിയുമായി ബന്ധപ്പെട്ട് ഇങ്ങനെ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. ഏറ്റവും ഒടുവിൽ ഈ നിലവിളക്ക് വിവാദം വന്നു. പേരാമ്പ്രയിൽ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് നിലവിളക്ക് കത്തിക്കുന്നത് വലിയ വിവാദമായി മാറുന്നു. പിന്നീട് സമസ്തയുടെ ഉൾപ്പെടെയുള്ള ആ വിഷയത്തിലെ അഭിപ്രായവും ഒക്കെ വരുന്നു. അതിലെന്താണ് ആ വിഷയത്തിൽ ഞാൻ നിലപാട് വ്യക്തമാക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ മതങ്ങളെയും പണ്ഡിതന്മാരെയും ബഹുമാനിക്കുന്ന വ്യക്തിയാണ്. ആ വിഷയത്തിൽ ഞാൻ ഈ സമയം സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു. അല്ല, അതിൽ പറഞ്ഞതേ ഈ മതപരമായ ചടങ്ങായി കണ്ട് ആ വിഷയത്തിൽ നമ്മൾ സംസാരിക്കേണ്ട കാര്യമില്ല. കാരണം അത് ഒരുപാട് തവണ നമ്മൾ ചർച്ച ചെയ്ത വിഷയമാണ്. അതിനൊരിക്കലും നമുക്കൊരു പര്യവസാനം കൊണ്ടുവരാൻ പറ്റാത്തൊരു വിഷയമാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും എനിക്ക് ആ വിഷയത്തിൽ ഇത്രേ പറയാനുള്ളൂ രേണു. അതായത് മതങ്ങളെ, മത നേതാക്കന്മാരെ, പണ്ഡിതന്മാരെ, മതാശയങ്ങളെ ഒക്കെ വളരെയധികം ബഹുമാനിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. എൻ്റെ നേതാക്കന്മാർ ബഹുമാനപ്പെട്ട പാണക്കാട് സയ്യിദ് സാദിഖ് അലി തങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ നേതൃത്വത്തിൻ്റെ ഏറ്റവും പരമോന്നതനായിട്ടുള്ള നേതാവ്. അദ്ദേഹം ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് നിങ്ങൾ സോഷ്യൽ ഹാർമണിക്ക് വേണ്ടി ശ്രമിക്കണം എന്നുള്ളതാണ്. അപ്പം ആ രൂപത്തിൽ എല്ലാവരെയും ഒരു മതേതര മൂല്യങ്ങളെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ജീവിക്കുകയും ആ രീതി ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നൊരു വ്യക്തിയാണ് ഞാൻ. അപ്പൊ അതിലപ്പുറത്തേക്ക് ആ വിഷയത്തിൽ അതിൽ ഒറ്റ കാര്യം ഈ സമസ്ത നേതാക്കൾ അത് വിശദീകരിക്കുമ്പോൾ പറഞ്ഞത് മതാചാരമായി ബന്ധപ്പെട്ടതിനെ കാണണ്ട, അല്ലാണ്ട് വെളിച്ചം പകരുന്നു എന്ന നിലയിലാണെങ്കിൽ പ്രശ്നമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഫാത്തിമ എങ്ങനെയാണ് ആ ചടങ്ങിനെ കണ്ടത് എന്നതാണ്. അല്ല, തീർച്ചയായിട്ടും എനിക്കതിൽ ഇതിപ്പോ ഒരു അഭിപ്രായം പറഞ്ഞാൽ അതിൽ വ്യത്യസ്തമായിട്ടുള്ള ആശയങ്ങളുണ്ട്. ഞാൻ എങ്ങനെ കണ്ടു, ഞാൻ നിങ്ങൾക്കറിയാലോ എൻ്റെ ഡ്രസ്സിങ്ങിലും ഇതിലൊക്കെ ഞാനൊരു വിശ്വാസിയായിട്ടുള്ള ഒരാളാണ്. അപ്പം ഇതിൽ വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായങ്ങളുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള ചിന്തകളിലൂടെ ആളുകൾ കാണുന്നുണ്ട്. തീർച്ചയായിട്ടും ഞാൻ പിന്നെ ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ജീവിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, ഞാൻ എല്ലാവരെയും ബഹുമാനിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള രൂപത്തിൽ, അതിനാ രൂപത്തിൽ തന്നെയാണ് എൻ്റെ ആശയങ്ങളെ ഞാൻ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതാരെയും ഹേർട്ട് ചെയ്യാനല്ല, എല്ലാവരെയും ഞാൻ ബഹുമാനിക്കുന്നു. ഇപ്പോൾ പിന്നീട് നമ്മൾ കണ്ടത് ഈ സമൂഹ മാധ്യമങ്ങളിൽ ഒരു ശക്തമായ നിലപാടെടുത്തൊരു പോസ്റ്റ് ഇടുന്ന ഫാത്തിമ തെഹ്ലിയാണ്. അതായത് ഈ സ്വകാര്യതയിലേക്കുള്ള കടന്നുകയറ്റം, മാധ്യമം എന്ന ലേബലിൽ വരുന്ന ഓൺലൈൻ മീഡിയകൾ ആ രീതിയിൽ ഫോളോ ചെയ്യുകയും സ്വകാര്യതയിലേക്ക് കടന്നു കയറുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യത്തിലാണ് അങ്ങനെ ഒരു ശക്തമായ നിലപാട് പറയേണ്ടി വന്നത്. നിയമ നടപടികളിലേക്ക് പോകും എന്നൊരു മുന്നറിയിപ്പ് കൂടി ഫാത്തിമ നൽകിയിരുന്നു. എന്താണ് അതിലേക്ക് നയിച്ചത്? അങ്ങനെ നിയമ നടപടികൾ എന്തെങ്കിലും തുടങ്ങിയിട്ടുണ്ടോ ആ വിഷയങ്ങളിൽ? തീർച്ചയായിട്ടും ഇത് പിന്നെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അതിനുശേഷം വന്നിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം അതിൽ ഒത്തിരി ആളുകൾ, ഇപ്പം നമുക്കറിയില്ല, നമ്മളൊരു സ്ഥലത്തേക്ക് പരിപാടിക്ക് പോകുമ്പോൾ കുറേ ആളുകൾ ക്രൗഡ് അവിടെ ഉണ്ടാവും. അപ്പം ചില ആളുകൾ വന്നിട്ട് സുഖമല്ലേ എന്ന് ചോദിക്കും. അപ്പോൾ സുഖമാണെന്ന് പറയും നമ്മൾ. ചായ കഴിച്ചോ എന്ന് പറയും. പിന്നീട് ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ അന്ന് അറ്റ് ദ എൻഡ് ഓഫ് ദി ഡേ ഫോൺ എടുത്ത് നോക്കുമ്പോഴാണ് ഇതൊക്കെ ഇതിൽ വരുന്നത് കാണുന്നത്. ഒരു പക്ഷേ ഞാൻ കരുതി അവിടെയുള്ള ആളുകൾ അറേഞ്ച് ചെയ്തിട്ടാണ് ഇപ്പം എല്ലാം ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത്, ഐഫോണിലാണല്ലോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ ഷൂട്ട് ചെയ്യുന്നതാണെന്ന് വരെ ഞാൻ പല സമയത്തും കരുതിയിരുന്നു. പിന്നീടാണ് ഇത് ഓൺലൈൻ ഇത്തരത്തിലുള്ള സോഷ്യൽ മീഡിയ പേജുകളാണെന്ന് അറിയുന്നത്. പിന്നെ നടക്കുന്നത്, ഇരിക്കുന്നത്, തുമ്മുന്നത്, പിന്നെ ഷോള് നീങ്ങിപ്പോകുന്നത്, ആളുകളോട് എനിക്ക് പ്രൈവറ്റായിട്ട് ആളുകളോട് സംസാരിക്കാൻ പോലും പറ്റുന്നില്ല. ഞാനൊരു ജനപ്രതിനിധിയല്ലേ, ആളുകൾ സ്വകാര്യം പറഞ്ഞു ഒരു പക്ഷേ എൻ്റെ അടുത്തേക്ക് വരുന്നുണ്ടാകും. അപ്പോഴൊക്കെ അതിൻ്റെ ഉള്ളിലൂടെ വന്ന് വീഡിയോ എടുക്കുമ്പോൾ അതിനുണ്ടാകുന്ന ഒരു പ്രയാസം ഞാൻ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു വലിയ ബുദ്ധിമുട്ടാണ്. നമ്മൾക്ക് ഒരു പ്രൈവറ്റായിട്ട്, നമ്മൾ പൊതുസ്ഥലത്താണെങ്കിലും നമുക്കൊരു പ്രൈവസി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ ഡ്രസ്സ് കറക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ ഞാൻ അതിൻ്റെതായിട്ടുള്ള ഒരു പ്രൈവസി ഏരിയ ഞാൻ കീപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ ആളുകൾക്കും ഓരോ പ്രൈവസി ഏരിയ ഉണ്ട്. അത് സോഷ്യലി നമ്മൾ എൻഗേജ് ചെയ്യുകയാണെങ്കിൽ പോലും ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്നാൽ അതിനെയൊക്കെ പിന്നെ അപ്പുറത്തേക്ക് മൈക്കുകളും ക്യാമറ കണ്ണുകളും വരുമ്പോൾ അതിലുള്ള ബുദ്ധിമുട്ടാണ് ഞാൻ അറിയിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ അത് എൻ്റെ മാത്രമല്ല, എന്നോടൊപ്പമുള്ള ആളുകളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായി മാറി. എൻ്റെ ഒപ്പം സഞ്ചരിക്കുന്ന ആളുകൾ, എന്നോടൊപ്പം വരുന്ന ആളുകളെ കൂടി ബാധിക്കുന്ന ഒരു വിഷയമായതുകൊണ്ടാണ് പലവരും പറഞ്ഞിട്ടും അതിലൊരു മാറ്റവും ഇല്ലാത്തത് കൊണ്ടാണ് സോഷ്യൽ മീഡിയയിലൂടെ അത്തരത്തിലൊരു മുന്നറിയിപ്പ് കൊടുക്കേണ്ടി വന്നത്. ഈ മുന്നറിയിപ്പ് കൊടുത്തതിന് ശേഷം വലിയ രൂപത്തിലുള്ള തെറ്റിദ്ധാരണകൾ സോഷ്യൽ മീഡിയയിൽ ഈ പാപ്പരാസികൾ പ്രചരിപ്പിക്കുന്നുണ്ട്. അത് പ്രിയദർശിനി ബസ് ഉദ്ഘാടന വേളയിലൊക്കെ സംഭവിച്ച കാര്യം,
ഞാൻ ബസ്സിൽ നിന്നും പുരുഷന്മാരെ ഇറക്കി വിട്ടു. പക്ഷെ അങ്ങനെ എന്നൊക്കെ പറയുന്ന അതെ, അത് ആളുകളോട് ഇറങ്ങാൻ സൂചിപ്പിച്ചിരുന്നു. ഞാൻ പറഞ്ഞു, മാധ്യമപ്രവർത്തകരല്ലാത്ത ഇത്തരത്തിലുള്ള പാപ്പരാസികൾ അതിനകത്ത് കയറിയപ്പം അത് വണ്ടി ഓടിയിട്ടില്ല, ടിക്കറ്റ് കൊടുത്തിട്ടില്ല, എല്ലാവരും എന്നല്ല, എല്ലാ ആളുകളും ഇറങ്ങുന്ന പറഞ്ഞത്. എല്ലാവരും എന്നല്ല, ആ ആളുകൾ എന്നുള്ളത് ആണുങ്ങളാണ് എന്നുള്ള രൂപത്തിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിൽ ഞാൻ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും എന്റെ ബാക്കിലായിട്ട് പുരുഷന്മാരായിട്ടുള്ള ആളുകൾ ഇരിക്കുന്നുണ്ട്. അപ്പം ഈ ആളുകളോട് ഇത് പാപ്പരാസികൾ ചെയ്തിട്ടുള്ള ഒരു വലിയ പിന്നെ ഒരു ട്വിസ്റ്റ് ആണത്. അപ്പം അത് എല്ലാ ആണുങ്ങളും എന്നുള്ള രീതിയിൽ സ്ത്രീകളല്ലാത്ത മാധ്യമപ്രവർത്തകരല്ലാത്ത എന്ന് പറഞ്ഞത്, മാധ്യമപ്രവർത്തകരല്ലാത്ത ഇത്തരത്തിലുള്ള ആളുകൾ. അതിന് മുന്നുള്ള വീഡിയോ ഉണ്ട്, എന്തുകൊണ്ടാണ് ആ ചെറിയ ബൈറ്റ് മാത്രം ഇട്ടത്. പിന്നെ ആ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒന്ന് നോക്കിയാൽ മതി, വീഡിയോയിൽ ബാക്കിലായിട്ട് ആളുകൾ ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അത് മൂവ് ചെയ്യുന്നില്ല, വണ്ടി കൊണ്ട് വെച്ചിട്ടേ ഉള്ളൂ, ഉദ്ഘാടനം നടന്നുകൊണ്ടിരിക്കുക. ആ സമയത്ത് ഇവരുടെ ഈ ടിക്കറ്റ് എടുക്കുന്ന മെഷീനിൽ ഇത് അവൈലബിൾ ആയിട്ടില്ല, ടിക്കറ്റ് പോലും കൊടുത്തിട്ടില്ല. സ്ത്രീകളും മാധ്യമപ്രവർത്തകരും അല്ലാത്ത എല്ലാ ആളുകളും ഇറങ്ങാൻ പറയുമ്പോൾ പിന്നെ പുരുഷന്മാരും അതിന് തൊട്ട് മുന്നുണ്ട് രേണു, അത് കേട്ടിട്ടില്ല. മാധ്യമപ്രവർത്തകരോട് പറയുന്ന കാര്യം അതിലുണ്ട്. അതില്ലാതെ ഈ ഭാഗം മാത്രം എടുത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അത് സ്വാഭാവികമായിട്ട് ഇത് യഥാർത്ഥത്തിൽ എന്താണെന്ന് വെച്ചാൽ പ്രതികരിക്കുമ്പോൾ ഇത്തരത്തിലുള്ള, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് പുതിയ കാര്യമല്ല. സോഷ്യൽ മീഡിയ ഓൾവേസ് എന്നെ ഇത്തരത്തില് പിന്നെ എന്താ പറയാ പ്രതികരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഞാൻ സോഷ്യൽ മീഡിയയിലൂടെയാണ് മിക്കവാറും പ്രതികരിക്കാറുള്ളത്. എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ വളരെ തുറന്നു പറയുന്ന വ്യക്തിയാണ്. എൻ്റെ റൈറ്റ്സ് എനിക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിൻ്റെ റൈറ്റ് ടു പ്രൈവസി ആണെങ്കിലും എനിക്ക് ഇമ്പോർട്ടൻ്റ് ആണ് എന്ന് തന്നെ. പിന്നെ ഇത് ഒരു തൊഴിലായിട്ട് കാണുന്നത് എൻ്റെ ഏറ്റവും വലിയ വേദന എന്ന് പറയുന്നത്, ഈ ആളുകൾ, ഈ പാപ്പരാസി മീഡിയ എന്ന് പറയുന്ന ഇത് ഒരു വലിയൊരു ശൃംഖലയായിട്ട് വളരുന്നുണ്ട്. നമ്മളുടെ നാട്ടിലൊക്കെയുള്ള ചെറിയ ആളുകൾക്ക് ഇതൊരു മോണിറ്ററി ബെനിഫിറ്റ് ആയിട്ട് കാണുന്നുണ്ട്. പക്ഷെ ആ ആളുകളോട് നിങ്ങൾ എവിടെ നിൽക്കണം, നിങ്ങളുടെ അതിർവരമ്പ് എവിടെയാണ് എന്ന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നില്ല. ഒരു സോഷ്യൽ മീഡിയ പോളിസി നമുക്ക് വേണം, ഒരു ഡിജിറ്റൽ പോളിസി നമുക്ക് വേണം, ഡിജിറ്റൽ മീഡിയ പോളിസി നമുക്ക് വേണം. അപ്പോൾ ആ പോളിസിയിലൂടെ ഒക്കെ വരുമ്പോൾ ഇതിനോടൊപ്പം നമുക്ക് ഈ പറയുന്ന ഒരാളെ കയ്യിൽ ഫോൺ ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് ഭാഗം വരെ പോകാൻ പറ്റും എന്നുള്ളതല്ല, മറ്റുള്ള ആളുകളുടെ ഒരു ലൈൻ, പ്രൈവസി ലൈൻ ഉണ്ട്, ആ ലൈൻ മറികടന്നു പോകരുത് എന്നുള്ള ചിന്ത കൂടി ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ വലിയ അഭിപ്രായം. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.